കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ വാർഡിലേക്ക് എത്തണമെങ്കിൽ ട്രക്കിംഗ് അറിഞ്ഞിരിക്കണം. ദുർഘടമായ വഴിയാണ് ആശുപത്രി ബ്ലോക്കിൽ നിന്ന് ഇവിടേക്കുള്ളത്. ഏറെക്കാലമായി ഇങ്ങനെ കിടന്നിട്ടും പരിഹാര നടപടി ഉണ്ടായിട്ടില്ല. കോതമംഗലം താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ പ്രധാന ബ്ലോക്കിൽ നിന്ന് വേറിട്ടാണ് എക്സ്റേ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് നല്ല വഴിയൊരുക്കാൻ അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫാർമസിയുടെ സൈഡിലൂടെയാണ് എക്സ്റേ വാർഡിലേക്കുള്ള വഴി. ഉയരമുള്ള ഭാഗത്താണ് വാർഡ്. വഴിയുടെ ഭാഗമായി കുത്തനെയുള്ള റാമ്പും ഉണ്ട്. കാലുകൾക്കുൾപ്പെടെ പരിക്കേറ്റവരെ എക്സ്റേ വാർഡിലെത്തിക്കാൻ ഏറെ പ്രയാസപ്പെടണം. രോഗിയെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടുപോകേണ്ടി വന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. വാർഡിൻ്റെ പരിസരവും ഭംഗിയായല്ല സംരക്ഷിച്ചിട്ടുള്ളത്. നിർമ്മാണ സാമഗ്രികളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു കൈകാൽ ഒടിഞ്ഞൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ കുത്തനെയുള്ള കയറ്റം വീൽ ചെയറിൽ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 1 മണിക്ക് ശേഷം ഇവിടെ ആരെങ്കിലും കൈയും കാലും ഒടിഞ്ഞ് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം 1 മണിക്ക് ഇവിടുത്തെ എക്സ്റേ യൂണിറ്റിലെ ആകെയുള്ള ഒരേ ഒരു സ്റ്റാഫ് അത് അടച്ചു പോകും. അതാണ് ഇവിടെ കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിയിലെ അവസ്ഥ. രോഗിയുടെയോ സഹായികളുടെയോ ശ്രദ്ധയൊന്നു മാറിയാൽ രോഗികൾക്ക് വീണ് പരിക്കേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. വളരെ കാലമായി എക്സ്റേ വാർഡിലേക്കുള്ള വഴിയുടെ അവസ്ഥ ഇതാണ്. മറ്റ് പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും ഇക്കാര്യം അധികൃതർ അവഗണിക്കുകയാണ്. 10 കൊല്ലം ഇവിടെ MLA ആയിട്ടുള്ള ആന്റണി ജോൺ MLA ഭരിച്ച ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇങ്ങനെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന എക്സ്റേ യൂണിറ്റ് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം മുനിസിപ്പാലിറ്റി ഭരിച്ച LDF ഭരണകൂടമോ ഈ എക്സ്റേ യൂണിറ്റ് മാറ്റി സ്ഥാപിക്കുവാനോ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാനോ അവരും തയ്യാറായില്ല. ഇനിയുള്ള ഇപ്പോൾ ഭരിക്കുന്ന ഭരണകർത്താക്കളാണെങ്കിൽ പോലും അത് നല്ല നിലയിൽ അത് മാറ്റി എവിടെയെങ്കിലും ജനങ്ങൾക്ക് രോഗികൾക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി ഈ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. GTV ന്യൂസ്, കോതമംഗലം.